നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നയിക്കുന്ന പൊതുയാത്രയ്ക്ക് പേരാമ്പ്രയിൽ സ്വീകരണം നൽകി. UDF നിയോജക മണ്ഡലം ചെയർമാൻ ടി.കെ. ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നടത്തുന്ന പൊതുയുഗയാത്രയ്ക്ക് പേരാമ്പ്ര ചെമ്പ്ര റോഡ് ജംഗ്ഷനിൽ മാർക്കറ്റിംഗ് ഗ്രൗണ്ടിൽ സ്വീകരണം നൽകി. മിനി സിവിൽ സ്റ്റേഷനിൽ നിന്ന് ആരംഭിച്ച സ്വീകരണ യാത്ര മാർക്കറ്റിംഗ് ഗ്രൗണ്ടിൽ സമാപിച്ചു. കേരളത്തിന്റെ പ്രിയങ്കനായ ജനകീയനായ പ്രതിപക്ഷ നായകൻ വി.ഡി. സതീശൻ നേതൃത്വം കൊടുത്തുകൊണ്ടുള്ള ആയിരങ്ങൾ ജാഥയിൽ പങ്കെടുത്തു. UDF നിയോജക മണ്ഡലം ചെയർമാൻ ടി.കെ. ഇബ്രാഹിം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഷാഫി പറമ്പിൽ MP, DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ. പ്രവീൺകുമാർ, രാജു PR, മോൻസ് ജോസഫ്, അനൂപ് ജേക്കബ്, ഷാനിമോൾ ഉസ്മാൻ, MK രാഘവൻ MP, മൂസ കോത്തമ്പ്ര, UDF കൺവീനർ ജോസ് കുട്ടി, കെ. ബാലനാരായണൻ, അഹമ്മദ് പുന്നക്കൽ, രാജീവ് തോമസ്, കെ. മധുകൃഷ്ണൻ, സത്യൻ കടിയങ്ങാട്, പാറക്കൽ അബ്ദുള്ള, വിദ്യാ ബാലകൃഷ്ണൻ, PK രാഗേഷ്, TT ഇസ്മായിൽ എന്നിവർ സംസാരിച്ചു. ഈ മഹായുദ്ധം ജയിക്കാനുള്ള സൈനിക വിന്യാസമാണ്. ഈ സൈന്യം ഒരു യുദ്ധത്തിലും പരാജയപ്പെടില്ല എന്ന് ഉറപ്പു നൽകുന്ന ഒരു പരിപാടിയാണ് പേരാമ്പ്രയിൽ നടക്കുന്നത് എന്ന് ഞാൻ വിനയപൂർവ്വം പറയാൻ ആഗ്രഹിക്കുന്നു. ഈ യുഗയാത്രയ്ക്ക് പേരാമ്പ്രയിൽ നിന്ന് നൽകുന്നത് ഡബിൾ എനർജിയാണ്. ഇതൊരു വലിയ പ്രഖ്യാപനമാണ്.
നമ്മുടെ UDF വെറും UDF അല്ല, ടീം UDF 100-ലധികം സീറ്റുമായി കേരളത്തിൽ അധികാരത്തിലേക്ക് തിരിച്ചു വരും. നമ്മൾ ഈ ദുർഭരണത്തിന് അന്ത്യം കുറിക്കും. ഒരു പുതുയുഗത്തിന് നമ്മൾ തുടക്കമിടും. പുതുയുഗത്തിൽ മാറ്റമാണ് കേരളത്തിൽ, മാറ്റം. അടുത്ത മാസം പിണറായി വിജയൻ ഈ ഭരണത്തോട് സലാം പറഞ്ഞു പോകും. പക്ഷേ 6 ലക്ഷം കോടി രൂപയുടെ കടബാധ്യത നമ്മുടെ തലയിൽ കെട്ടിവെച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ ചരിത്രത്തിലില്ലാത്ത വണ്ണം കേരളത്തെ കടക്കണിയിലേക്ക്, കാണാക്കയത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മൾ ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ ഉയർത്തെഴുന്നേൽപ്പിക്കുക തന്നെ ചെയ്യും. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.